ദൃശ്യം, ഗ്രിപ്പിംഗ് ഫാമിലി ത്രില്ലർ സെൻറ്റർഡ് ഓൺ ജോർജ് കുട്ടി. ജോർജ് കുട്ടിയെ കേന്ദ്രീകരിച്ചുള്ള വളരെ ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു ഫാമിലി ത്രില്ലറാണ്. എ സെൽഫ് ടോട്ട്, ജോർജ് കുട്ടി സ്വയം പഠിച്ച, ഇൻ്റലിജൻറ്റ് ബുദ്ധിമാനായ ആൻഡ് എ ഹംബിൾ കേബിൾ TV ഓപ്പറേറ്റർ, ഒരു വളരെ പാവം കേബിൾ ഓപ്പറേറ്റർ. ലിവിങ് ഇൻ എ സ്മോൾ വില്ലേജ് ഇൻ കേരള, കേരളത്തിലെ ഒരു ചെറിയ വില്ലേജിൽ, ഒരു ഗ്രാമത്തിൽ താമസിക്കുന്നു. ഹി ലിവ്സ് എ പീസ്ഫുൾ ലൈഫ് വിത്ത് ഹിസ് വൈഫ് റാണി ആൻഡ് ദെയർ 2 daughters. അദ്ദേഹത്തിൻ്റെ ഭാര്യ റാണിയുടെയും 2 മക്കളുടെയും കൂടെ ഒരു സമാധാനപൂർണ്ണമായൊരു ജീവിതമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അഞ്ജു ആൻഡ് അനു, മക്കളുടെ പേരാണ് അഞ്ജു അനു. സോ ഹീ ഈസ് നോട്ട് ഫോർമലി എഡ്യൂക്കേറ്റഡ്, അദ്ദേഹത്തിന് ഔപചാരികമായ വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും ജോർജ് കുട്ടി ഈസ് നോൺ ഫോർ ഹിസ് ഷാർപ്പ് മൈൻഡ്, അദ്ദേഹത്തിൻ്റെ കുശാഗ്ര മനസ്സിനും ഡീപ്പ് സെൻസ് ഓഫ് മൊറാലിറ്റി, ആയത്തിലുള്ള സത്യസന്ധതക്കും ആൻഡ് ലവ്, സ്നേഹത്തിനും ഒക്കെ ഫോർ സിനിമ. ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഷാർപ്പ് മൈൻഡ്, പിന്നെ അങ്ങേയറ്റത്തെ ധാർമ്മിക ബോധം, സ്നേഹം, അദ്ദേഹത്തിൻ്റെ സ്നേഹം, ഇതിനൊക്കെ ഈ സിനിമയിൽ അദ്ദേഹം പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, നെക്സ്റ്റ്. വൺ ഡേ, ഒരു ദിവസം. ദ ഫാമിലീസ് പീസ്ഫുൾ ലൈഫ് ഈസ് ഷാറ്റേഡ് വെൻ വരുൺ ഈ കുടുംബത്തിൻ്റെ സമാധാനപൂർണ്ണമായ ആ ഒരു ജീവിതം തകർന്ന് തരിപ്പണമാവുകയാണ്. വെൻ വരുൺ ദ സൺ ഓഫ് എ പവർഫുൾ പോലീസ് ഇൻസ്പെക്ടർ ജനറൽ, ഒരു കരുത്തയായ ഒരു പോലീസുകാരിയുടെ മകൻ, ഗീതാ പ്രഭാകർ, പോലീസുകാരൻ്റെ പേരാ, ട്രൈസ് ടു ബ്ലാക്ക് മെയിൽ അഞ്ജുവിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. യൂസിങ് എ പ്രൈവറ്റ് വീഡിയോ ഹീ സീക്രട്ട്ലി റെക്കോർഡഡ്, അവൻ രഹസ്യമായി റെക്കോർഡ് ചെയ്ത ഒരു പ്രൈവറ്റ് വീഡിയോ ഉപയോഗിച്ചുകൊണ്ട്. ഇൻ എ സ്ട്രഗിൾ ടു പ്രൊട്ടക്റ്റ് ഹെർസെൽഫ്, അവളെ തന്നെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി അഞ്ജു ആക്സിഡൻ്റലി കിൽസ് ഹിം, അഞ്ജു തികച്ചും യാദൃശ്ചികമായിട്ട് വരുണിനെ കൊല്ലുകയാണ്. ഷോക്ക്ഡ് ആൻഡ് ടെറിഫൈഡ്, അവൾ വല്ലാതെ പേടിച്ചു, ഞെട്ടിപ്പോയി. റാണി ടെൽസ് ജോർജ് കുട്ടി എവറിത്തിങ് വെൻ ഹി റിട്ടേൺസ് ഹോം, അങ്ങനെ ജോർജ് കുട്ടി വീട്ടിൽ വരുമ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ റാണി ജോർജ് കുട്ടിനോട് പറയാണ്. റിയലൈസിങ് ദ ഗ്രേവ് ഡേഞ്ചർ ഹിസ് ഫാമിലി ഫേസസ്, തൻ്റെ കുടുംബം ഇപ്പം പെട്ടിട്ടുള്ള വളരെ ഉഗ്രമായ ആയത്തിലുള്ള ഒരു അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് ജോർജ് കുട്ടി യൂസസ് ഹിസ് ഇൻ്റലിജൻസ് ആൻഡ് നോളജ്, ജോർജ് കുട്ടി തൻ്റെ ബുദ്ധിയും അറിവൊക്കെ ഉപയോഗിക്കുകയാണ്. ഫ്രം ക്രൈം മൂവീസ്, സിനിമകളിൽ നിന്നൊക്കെ അദ്ദേഹം മനസ്സിലാക്കിയ, ടു പ്ലാൻ എ പെർഫെക്റ്റ് കവറപ്പ്, ഒരു കൃത്യമായ ഒരു തിരക്കഥ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒരു കവറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഹി ഡിസ്പോസ് ഓഫ് വരുൺസ് ബോഡി ഇൻ എ ഹൈലി സീക്രറ്റീവ് വേ ആൻഡ് ക്രിയേറ്റ്സ് എൻ എലാബറേറ്റ് അലിബി ഫോർ ഹിസ് ഫാമിലി. ഓക്കെ, തൻ്റെ കുടുംബത്തിനെ പറ്റിയ വലിയൊരു അപകടമൊക്കെ മനസ്സിലാക്കി ഒരു കവറപ്പ് ഉണ്ടാക്കുന്നു. ഹി ഡിസ്പോസസ് ഓഫ് വരുൺസ് ബോഡി ഇൻ എ ഹൈലി സീക്രറ്റീവ് വേ, അതിരഹസ്യമായ രീതിയിൽ വരുണിൻ്റെ ബോഡി അദ്ദേഹം ഡിസ്പോസ് ചെയ്യുന്നു. ആൻഡ് ക്രിയേറ്റ്സ് എൻ ഇലാബറേറ്റ് അലിബി ഫോർ ഹിസ് ഫാമിലി, കുടുംബത്തിന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വളരെ വിശാലമായ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അലിബി അദ്ദേഹം ഉണ്ടാക്കുന്നു. അലിബി എന്ന് പറഞ്ഞാൽ ഞാൻ കുറ്റം നടന്ന സമയത്ത് സ്ഥലത്തില്ലായിരുന്നു എന്നൊക്കെ തെളിയിക്കുന്ന അത്തരം ഡിഫൻഡിനാണ് പറയാം. അപ്പം ഞങ്ങൾ പരിസരത്തില്ലായിരുന്നു, അവിടെയായിരുന്നു ഇവിടെയായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ഒരു സാധനം അദ്ദേഹം ഉണ്ടാക്കി. മേക്കിംഗ് ഇറ്റ് ലുക്ക് ലൈക്ക് ദേ വർ എവേ ഫ്രം ഹോം ഓൺ ദ ഡേ ഓഫ് ദ ഇൻസിഡൻറ്റ്, അതായത് ആ സംഭവം നടന്ന ദിവസം അവരൊന്നും വീട്ടിലില്ലായിരുന്നു എന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ ഒരു അലിബി അദ്ദേഹം ഉണ്ടാക്കി. ഗീതാ പ്രഭാകർ ആൻഡ് ഹർ ഹസ്ബൻഡ്, ഗീതാ പ്രഭാകറും ഭർത്താവും, ഡ്രിവൺ ബൈ ഗ്രീഫ് ആൻഡ് പവർ, ഒരു ഭാഗത്ത് ഭയങ്കര സങ്കടവും ദുഃഖവും അതേസമയം അധികാരവും രണ്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോഞ്ച് ആൻഡ് ഇൻറ്റൻസ് ഇൻവെസ്റ്റിഗേഷൻ, അതിതീവ്രമായ ഒരു അന്വേഷണം സ്റ്റാർട്ട് ചെയ്തു. ദ പോലീസ് ടോർച്ച് ദ ഫാമിലി, പോലീസ് ആ കുടുംബത്തിനെ പ്രയാസപ്പെടുത്തുന്നു, പീഡിപ്പിക്കുന്നു. ബട്ട് ജോർജ് കുട്ടീസ് കെയർഫുൾ കൺസ്ട്രക്റ്റഡ് പ്ലാൻ ഹോൾഡ് അപ്പ് അണ്ടർ പ്രഷർ, പക്ഷെ വളരെ ശ്രദ്ധാപൂർവമുള്ള ഒരുപാട് പ്ലാൻ ചെയ്ത ജോർജ് കുട്ടീൻ്റെ പ്ലാൻ എന്താണ്, പിന്നെ ഹോൾഡ് അപ്പ് അണ്ടർ പ്രഷർ, അവർക്കത് തെളിയിക്കാൻ പറ്റാത്ത രീതിയിലാക്കുകയാണ്, അത് സമ്മർദ്ദം ഉണ്ടാക്കുകയാണ്. ഇവഞ്ച്വലി അങ്ങനെ ക്രമേണ ദ പോലീസ് ഫെയിൽ ടു ഫൈൻഡ് എനി സോളിഡ് എവിഡൻസ്, പോലീസുകാർക്ക് കൃത്യമായിട്ടൊരു തെളിവും കിട്ടുന്നില്ല, അവർ അതിൽ പരാജയപ്പെടുന്നു. ആൻഡ് ദ കേസ് കൊളാപ്സ്, അങ്ങനെ കേസ് തള്ളിപ്പോകുന്നു. ഇൻ ദ എൻഡ്, അവസാനം ഈസ് റിവീൽഡ് ദാറ്റ്, അത് വെളിവാക്കപ്പെട്ടു, ജോർജ് കുട്ടി ഹാഡ് ബെറീഡ് വരുൺസ് ബോഡി അണ്ടർ ദ ന്യൂ പോലീസ് സ്റ്റേഷൻ ബീയിങ് ബിൽഡ് അറ്റ് ദാറ്റ് ടൈം, ആ സമയത്ത് അവിടെ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു
പോലീസ് സ്റ്റേഷൻ്റെ അടിയിലാണ് വരുണിൻ്റെ ബോഡി മോഹൻലാൽ കുഴിച്ചിട്ട് എന്നുള്ള അവസാനം വ്യക്തമാവുന്നു. എ മാസ്റ്റർ സ്ട്രോക്ക് ദാറ്റ് നോ വൺ സസ്പെക്റ്റഡ്, ആരും സംശയിക്കാത്തൊരു സ്ഥലം, അതൊക്കെ ആ മൂവിയിലുണ്ട്. ഡിസ്പൈറ്റ് ബീയിങ് മോറലി അംബിഗസ്, ധാർമ്മികപരമായിട്ടത് നീതിയാണോ അനീതിയാണോ എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഹിസ് ആക്ഷൻ സ്റ്റെം പ്യുവർലി ഫ്രം എ ഫാദേഴ്സ് ലവ് ആൻഡ് ഡിറ്റർമിനേഷൻ ടു പ്രൊട്ടക്റ്റ് ഹിസ് ഫാമിലി. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവൃത്തി ഒരു സത്യസന്ധനായ ഒരു അച്ഛൻ്റെ യഥാർത്ഥ സ്നേഹവും ഒരു കുടുംബത്തെ ശ്രമിക്കാനുള്ള ഒരു ശ്രമവും ഒക്കെ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ.